ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത് വിദേശ നാണയം സമ്പാദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഫോറിൻ പർച്ചേസിങ് പവർ വേണം. നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഡോളർ ഉണ്ടെങ്കിൽ, പൗണ്ട് സ്റ്റെർലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യയോ എന്തും വാങ്ങിക്കാൻ കഴിയും. ആ പ്രശ്നം ഒരു അളവ് വരെ പരിഹരിക്കുന്നത് യഥാർത്ഥം നമ്മുടെ കയറ്റുമതിയേക്കാളും കൂടുതൽ നമ്മുടെ ഈ പ്രവാസി പണമാണ്. ഇന്ത്യയെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രവാസി പണമാണ്. നല്ല വിദ്യാഭ്യാസം നേടി അവിടെ ഒരു ജോലി വാങ്ങിക്കുന്ന കുടുംബമാണെങ്കിൽ പോലും ആ കുടുംബത്തിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നതിന് ഇവിടെ നിന്നുള്ള സമ്പാദ്യം അങ്ങോട്ട് പോകുന്ന ഒരു റിവേഴ്സ് ഫ്ലോ ഓഫ് മണി സംഭവിക്കുന്നു എന്നുള്ളത് അതൊരു ഡ്രെയിനാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ പുറത്തേക്ക് അയക്കുന്ന പണവും ഒരു ഡ്രെയിൻ ഓഫ് അവർ ഇൻകമാണ്. ഒരു വികസിത രാജ്യത്തിനും അവരുടെ ഈ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ വെച്ചുകൊണ്ട് മൈഗ്രൻസിനെ ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ലോക സമൂഹത്തിന് തന്നെ മൈഗ്രൻസിന് ആവശ്യമാണ്. പുറത്ത് നടക്കുന്ന ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി അവിടെ സമ്പാദിക്കപ്പെടുന്ന പണം അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന പണം നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം, ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ നിന്നുണ്ടാകുന്ന പെർ ക്യാപിറ്റ പ്രൊഡക്ഷനേക്കാളും കൂടുതലാണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം. പുറത്തുനിന്നുള്ള പണവും നമ്മുടെ ഉപഭോഗ സംസ്കാരത്തെയും ഉപഭോഗ ചെലവുകളെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത നിലവാരത്തെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇപ്പോഴും പ്രവാസം തുടരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ KN ഹരിലാലാണ്. അദ്ദേഹം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 7ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. 2 ടൈമിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവുമായിരുന്നു. അദ്ദേഹം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് പ്രൊഫസറായി റിട്ടയർ ചെയ്തു. കേരള സമൂഹത്തെ സംബന്ധിച്ചും കേരള സമ്പദ്ഘടനയെ സംബന്ധിച്ചും ആഴത്തിലുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്ന് പ്രവാസത്തെയും പ്രവാസം എങ്ങനെയാണ് നമ്മളുടെ കേരള സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്നത് എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. എൻ്റെ പേര് അഖിൽ. സർ, നമുക്ക് ആരംഭിക്കാം. പ്രവാസം എന്ന വിഷയം, എത്രത്തോളം പ്രവാസം നമ്മളുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. പക്ഷേ പ്രവാസ പണം വർഷങ്ങളായി കേരള സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തിയിരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മളുടെ സമൂഹത്തിൽ പ്രവാസത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാസ പണത്തിൻ്റെ തോതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ 2ാമതാണ് നമ്മളുടെ സ്ഥാനം. അത്തരമൊരു സാഹചര്യത്തിൽ നിലവിൽ എത്രത്തോളമാണ് പ്രവാസി പണം അല്ലെങ്കിൽ പ്രവാസി പണത്തിൻ്റെ സ്വാധീനം നമ്മളുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലുള്ളത്? അഖിൽ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇന്നത്തെ കേരളത്തെ പ്രവാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനേ കഴിയില്ല, വിശകലനം ചെയ്യാനേ കഴിയില്ല. പ്രവാസം അത്രയേറെ സ്വാധീനം കേരളത്തിൻ്റെ സംസ്കാരത്തിലും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലും ഒക്കെ ചെലുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാസത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1970കളിന് ശേഷം ഈ പ്രവാസികളുടെ എണ്ണം കൂടി വന്ന ആ സമയത്തെ സ്വഭാവമല്ല ഇന്ന് സമകാലീന കേരളീയ പ്രവാസത്തിനുള്ളത്. ഒന്ന്, തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മലയാളികൾ വലിയ എണ്ണത്തിൽ ഈ മധ്യപൂർവ്വദേശത്തിന് പുറത്തുള്ള മറ്റ് പല ലക്ഷ്യങ്ങളിലേക്കും ഡെസ്റ്റിനേഷൻസിലേക്കും ഇപ്പോൾ കേരളീയർ എത്തിപ്പെടുന്നുണ്ട്. യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലാറ്റിൻ അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പ്രവാസത്തിൻ്റെ സ്വഭാവത്തെ വലിയ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയുടെയും വളർച്ചയുടെയും മേഖലകളിലേക്ക് ഒരു ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും കേരളീയർ എത്തിപ്പെടുന്നുണ്ട്. യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും അമേരിക്കയിലുമെല്ലാം വലിയ കമ്പനികളുടെ ഉയർന്ന തലത്തിലേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരാമെഡിക്കൽ മേഖലയിലുള്ള ധാരാളം പേര് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പുതിയ ഡെസ്റ്റിനേഷനുകളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതിൽ പല സ്ഥലങ്ങൾക്കും
സ്ഥലങ്ങളിലും പ്രവാസികൾക്ക് അവിടെ തന്നെ പൗരത്വം കിട്ടാനും അവിടെ തന്നെ തങ്ങാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ സമ്പാദിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു പങ്ക് അവിടെ തന്നെ തുടരുന്നതിന് വേണ്ടി ചിലവഴിക്കുകയും ചെറുതല്ലാത്ത ഒരു പ്രപ്പോർഷൻ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവിടെ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നല്ല ചിലവ് വരുന്നു. അപൂർവം ചില കേസുകളിൽ നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുത്ത് അവിടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവിടെ വീടൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു തിരിച്ചുള്ള ഒരു പണമൊഴുക്കിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളമായിട്ട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു. അത് ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് മാത്രം നോക്കിക്കൊണ്ടല്ല, മറിച്ച് ഒരു എക്സ്പോഷർ മലയാളികൾ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, വിശാലമായ ലോകത്തേക്കുള്ളൊരു പോക്ക്. അതുപോലെ തന്നെ അവിടെ തുടരാനും ജോലി കിട്ടാനുമൊക്കെയുള്ള സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. അത് പലപ്പോഴും ചിലവേറിയ കാര്യമാണ്. അപ്പോൾ പ്രവാസത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഫ്ലോ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ തിരിച്ച് പണം ഒഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും നെറ്റ് ഇൻഫ്ലോ കേരളത്തിന് അനുകൂലമാണ്. കൂടുതൽ പണം ഇങ്ങോട്ട് വരുന്നു, പക്ഷേ നല്ലൊരു ഒഴുക്ക് തിരിച്ചുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് മൈഗ്രേഷൻ ഇവിടെ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കേരളത്തിലുടനീളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ അവരെ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് ഒക്കെ വിളിക്കും. അങ്ങനെ അതിഥിത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നതിനെതിരായിട്ടും അവരും പൗരന്മാരായതുകൊണ്ട് അങ്ങനെ അതിഥിത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നതിനെതിരായിട്ടും ഇപ്പോൾ ചിന്തയുണ്ട്. എന്തായാലും അങ്ങനെ ഒരു മൈഗ്രേഷൻ ഇങ്ങോട്ട് സംഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാവവും അവർ ഇവിടെ ചിലവാക്കുകയല്ല ചെയ്യുന്നത്, തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് അത് അയക്കുക ചെയ്യുന്നത്. അപ്പോൾ സമ്പദ്ഘടനയിൽ നേരത്തെ ഉള്ളതുപോലെയുള്ള ഒരു ഇമ്പാക്റ്റ് അല്ല ഈ റെമിറ്റൻസസിൻ്റെ ഫ്ലോ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചുകൂടെ സങ്കീർണമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ നേരത്തെ പണം വന്നു കഴിഞ്ഞാൽ പണം കൂടുതലും ഇവിടെ ഭൂമി വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ വീട് വാങ്ങിക്കാനും വീട് കെട്ടുന്നതിനും ഒക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ള ചെലവിനങ്ങളല്ല ഇപ്പോൾ ഒരുപക്ഷെ പിന്നെ പ്രാധാന്യം കൈവരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നേരത്തെ നമ്മുടെ നാട്ടിലുടനീളം ഉണ്ടായ റിയൽ എസ്റ്റേറ്റ് ബൂമിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ഈ പ്രവാസികളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വീട് വെക്കുന്നതിന് മാത്രമല്ല, അതൊരു തരത്തിലുള്ള ഒരു സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിനും കാരണമായിട്ടുണ്ട്. എല്ലാവരും അവരുടെ സമ്പാദ്യം ഭൂമിയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഭൂമിയുടെ വില കൂടുന്നു എന്നുള്ളത് കൊണ്ട് മറ്റേത് അസറ്റിനേക്കാളും അട്രാക്റ്റീവായിട്ടുള്ളൊരു അസറ്റായിട്ട് ഭൂമി മാറി. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇവിടെ റിട്ടയർ ചെയ്യുന്നവരും ഇവിടെ പണമുള്ളവരും ഒക്കെ ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ഭൂമിയുടെ വില കണ്ടമാനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടും ആ ഭൂമിയുടെ കമ്പോളത്തിൻ്റെ ആ സ്പൈറലിംഗ് ഓഫ് പ്രൈസസ് കുറഞ്ഞിരിക്കുകയാണ്. വില താഴോട്ട് വലിയ രീതിയിൽ ഇടിയുന്നില്ലെങ്കിലും ഭൂമിയുടെ വില ഉയരുന്ന ആ പ്രതിഭാസം പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ കൃഷി ഭൂമിയുടെ കാര്യത്തിൽ അത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വിദേശത്തു നിന്നുള്ള മലയാളികൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അവർ കമ്പനികളുടെ ഷെയർസിലോ അല്ലെങ്കിൽ കടപ്പത്രങ്ങളിലോ അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പ്രവാസത്തിൻ്റെ തുടക്കത്തിൽ ഒക്കെ നമ്മൾ കണ്ട രീതിയേ അല്ല പിന്നെ ഇന്നത്തെ പ്രവാസികളുടെ അയക്കുന്ന പണത്തിൻ്റെ സ്വഭാവത്തിലും ഒഴുക്കിലും അതിൻ്റെ വിനിയോഗത്തിലുമൊക്കെ സംഭവിക്കും. അതിനകത്ത് ഉള്ള ഒരു പ്രധാന വിഷയം നമ്മളുടെ ഇവിടുന്ന് വരുന്ന പണത്തിൻ്റെ പ്രവാസി പണത്തിൻ്റെ വരവ് കുറയുകയും ചെയ്തു. അതായത് പണമൊഴുക്ക് പുറത്തേക്ക് കൂടുകയും ചെയ്തു. GST പോലെയുള്ള GSTയിലൊക്കെ ഉണ്ടായിട്ടുള്ള കട്ട് കാരണമുള്ള പണത്തിൻ്റെ കുറവുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ നിന്നുള്ള ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് കേരളത്തിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് സാറ് പറഞ്ഞു ഒരു വ്യത്യാസം, അതായത് ഡച്ച് ഡിസീസിൻ്റെ പോലെയുള്ള ഇമ്പാക്റ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അത് സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ സാരമായി ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ പുറത്തേക്കുള്ള പിന്നെ പ്രവാസികളുടെ പോക്കും അവിടെ നിന്ന് പണം വരുന്നതും
ഇപ്പോഴും അതിൻ്റെ ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അതായത് പുറത്തുനിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഇവിടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതല്ല. പുറത്ത് നടക്കുന്ന ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി അവിടെ സമ്പാദിക്കപ്പെടുന്ന പണം അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന പണം നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ നിന്നുണ്ടാകുന്ന പെർ ക്യാപിറ്റ പ്രൊഡക്ഷനേക്കാളും കൂടുതലാണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം. അതുകൊണ്ട് നമ്മുടെ ആളുകളുടെ ഒരു പെർ ക്യാപിറ്റ കൺസംഷനെ അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ആഭ്യന്തര കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഉപഭോഗ ചെലവെന്ന് പറയുന്നത് ഒരുപക്ഷെ ആഭ്യന്തര ഉൽപ്പാദനത്തിന് അനുപാതമായി മാത്രം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഈ പുറത്തുനിന്നുള്ള പണവും നമ്മുടെ ഉപഭോഗ സംസ്കാരത്തെയും ഉപഭോഗ ചെലവുകളെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത നിലവാരത്തെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇപ്പോഴും പ്രവാസം തുടരുകയാണ്. അതോടൊപ്പം തന്നെ പ്രവാസം നമുക്ക് നേരത്തെ പറഞ്ഞ ലോകത്തോടുള്ള ഒരു വാതായനമായിട്ട് അത് പ്രവർത്തിക്കുന്നു, എക്സ്പോഷർ തരുന്നു. പുതിയ സാങ്കേതികവിദ്യ, പുതിയ തൊഴിൽ സംസ്കാരങ്ങൾ, പുതിയ നൈപുണികൾ, ഇതൊക്കെ കേരളത്തിന് പ്രവാസം കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും ഒരു നെറ്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ് പ്രവാസത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പുറത്തേക്കുള്ള പണമൊഴുക്ക് അത് പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പം നല്ല വിദ്യാഭ്യാസം നേടി അവിടെ ഒരു ജോലി വാങ്ങിക്കുന്ന കുടുംബമാണെങ്കിൽ പോലും ആ കുടുംബത്തിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നതിന് ഇവിടെ നിന്നുള്ള സമ്പാദ്യം അങ്ങോട്ട് പോകുന്ന ഒരു റിവേഴ്സ് ഫ്ലോ ഓഫ് മണി സംഭവിക്കുന്നു എന്നുള്ളത് അതൊരു ഡ്രെയിനാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ പുറത്തേക്ക് അയക്കുന്ന പണവും ഒരു ഡ്രെയിൻ ഓഫ് അവർ ഇൻകമാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഈ രണ്ട് ഫോഴ്സസിനെ നമ്മൾ കണക്കാക്കി നെറ്റ് കണ്ടുപിടിച്ചെങ്കിൽ എന്താണ് ആകത്തുക എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ നേരത്തെ ഈ ഡസ്റ്റ് ഡിസീസ് ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ചില ഗൗരവമുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കാലത്ത് തീർച്ചയായിട്ടും നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കേരളത്തിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉയർത്താൻ ഈ ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ വില തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ഭൂമിയുടെ വിലയും അതുപോലെ തന്നെ മിക്കവാറും നോൺ ട്രേഡബിൾസ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും വില ഉയർത്താൻ ആ കാലത്ത് ഈ പ്രവാസം കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. കൃഷിയെയും വ്യവസായത്തെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലാൻഡ് മാർക്കറ്റിലെ ഇമ്പാക്റ്റ് കുറഞ്ഞു. പ്രവാസം കാരണം ഭൂമിയുടെ വില അങ്ങനെ അടിക്കടി ഉയരുന്നൊരു പ്രതിഭാസം ഗ്രാമങ്ങളിലെങ്കിലും കൃഷിസ്ഥലങ്ങളുടെ കാര്യത്തിലെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10-20 വർഷം മുമ്പ് നമുക്ക് കൃഷിക്കോ വ്യവസായത്തിനോ ലാഭകരമായ നിരക്കിൽ ഭൂമി ലഭ്യമല്ലാതിരുന്ന ഒരവസ്ഥ മാറിയിട്ട് ഇപ്പോൾ വ്യവസായത്തിനാവശ്യമായ, കൃഷിക്കാവശ്യമായ ഭൂമി വിലക്കുറവിൽ കേരളത്തിൽ ലഭ്യമാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും കൃഷിക്കും വ്യവസായത്തിനും സേവന മേഖലയ്ക്കും ഒക്കെ തന്നെ പ്രയോജനപ്രദവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാസത്തിൻ്റെ പീക്കായിട്ടുള്ള കാലത്ത് നമ്മുടെ ഗുഡ്സ് പ്രൊഡ്യൂസിങ് സെക്ടേഴ്സ് പൊതുവെ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു സ്ഥിതി മാറാനുള്ളൊരു സാഹചര്യവും ഇപ്പം പതുക്കെ ഉരുത്തിരിയുന്നുണ്ട്. അതും ഈ പൊതുവിൽ വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് കാണേണ്ട കാര്യമാണ്. പ്രവാസികളാണെങ്കിലും കൂടുതലായിട്ട് അങ്ങനെയുള്ള മേഖലകളിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും സേവന മേഖലയിൽ നിന്ന് മാറി റെസ്റ്റോറൻറ്റ്സ് അതുപോലെ സേവന മേഖലയിലുണ്ട്. അതുപോലെ തന്നെ സേവന മേഖലയിൽ അല്ലാത്ത മേഖലകളിലും പ്രവാസികളുടെ എക്സ്പീരിയൻസും അവരുടെ അറിവുകളും അവിടുന്ന് സമ്പാദിക്കുന്ന അറിവുകളും ഒക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കും നമ്മുടെ പലതരത്തിൽ ഈവൻ കൃഷിയിലേക്കും പ്രവാസി മൂലധനം വരുന്നുണ്ട്. അത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ തീർച്ചയായിട്ടും സഹായിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നികുതിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്. പ്രവാസികൾ നേരത്തെ അവർ കൊണ്ടുവരുന്ന പണത്തിൻ്റെ ഒരു സിംഹഭാഗം ഇവിടെ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയും കൺസംഷനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല പ്രവാസികളുടെ എക്സ്പെൻഡിച്ചർ. കുറച്ചുകൂടെ സേവ് ചെയ്യുകയും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നേരിട്ട്
ഉടനെ തന്നെ അങ്ങ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വലിയ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല. അങ്ങനെ ഇനിയിപ്പം പ്രവാസികൾ വന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കൺസ്യൂമർ മാർക്കറ്റ് ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു കൺസ്യൂമർ മാർക്കറ്റാണ് കേരളം. കാറും എല്ലാ എക്സ്പെൻസീവായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു നാട് നമ്മുടേതാണ്. പക്ഷേ അതിൻ്റെ നികുതി വരുമാനം ഇപ്പോൾ GST ആണെങ്കിൽ അതിൻ്റെ 50% കേന്ദ്രത്തിനാണ് പോകുന്നത്. ഇവിടെ കളക്ട് ചെയ്യുന്നതിൻ്റെ 50% ഇവിടെ കിട്ടൂ എന്ന് മാത്രമല്ല, ഇവിടെ വിൽക്കുന്ന സാധനത്തിൻ്റെയും ടാക്സിൻ്റെ ഒരു ഭാഗം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് GST സംവിധാനത്തിൽ. അതുകൊണ്ട് ഈ നമ്മുടെ ഒരു കൺസ്യൂമർ മാർക്കറ്റാണെന്ന് പറയുമ്പോൾ, ഇത്രയേറെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ഗെയിൻ നമ്മുടെ എക്സ്ചക്കറിലേക്ക്, സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ പ്രവാസം കൊണ്ട്, പ്രവാസം എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൽ നിന്ന് നമ്മുടെ ഖജനാവിലേക്ക്, നമ്മുടെ നികുതി സംഭരണിയിലേക്ക് കാര്യമായി പണ്ടും ഇന്നും വരുന്നില്ല. പക്ഷേ അതേസമയം ഈ പ്രവാസത്തിന് ആയി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും ബെയർ ചെയ്യുന്നത് സംസ്ഥാനമാണ്, സംസ്ഥാനത്തെ ജനങ്ങളാണ്, ഗവൺമെൻറ്റാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം അത് താഴെ മുതലുള്ള സ്കൂൾ മുതൽ കോളേജ്, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ വിദ്യാഭ്യാസം സ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്നു. അതിൻ്റെ എല്ലാം നേട്ടം നമുക്ക് വിദേശ നാണയമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ വിദേശ നാണയ വരവിൻ്റെ എല്ലാ മെച്ചവും അതനുഭവിക്കുന്നത് ഇന്ത്യ മൊത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനും അതിൻ്റെ പ്രയോജനമുണ്ട്. പക്ഷേ ഈ വിദേശ നാണയം കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ വിദേശ നാണയം കൊണ്ടുവരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെൽഫെയർ പരിപാടികളോ അവരെ ഏതെങ്കിലും തരത്തിൽ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. ഇത് ഒരു ചിലവുമില്ലാതെ കിട്ടുന്ന, കേന്ദ്ര ഗവൺമെൻറ് അതിനെ കാണുന്നത് ഒരു ചിലവുമില്ലാതെ കിട്ടുന്ന ഒരു വിൻഫാൾ ഗെയിൻ എന്നുള്ള നിലയിലാണ് കേന്ദ്ര ഗവൺമെൻറ് പൊതുവെ ഈ പ്രവാസി വരവിനെ കാണുന്നത്. മറ്റേത് സ്രോതസ്സിൽ നിന്ന് വരുമാനം കിട്ടിയാലും നമ്മളവരെ പ്രോത്സാഹിപ്പിക്കും. എക്സ്പോർട്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകും. പക്ഷേ ഈ പ്രവാസികളുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ 50, 60, 70 വർഷക്കാലത്തെ നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ആനുകൂല്യം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ വിദേശ നാണയം കൊണ്ടുവരുന്നവർക്ക് കിട്ടുന്നില്ല. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്യണമെങ്കിൽ അതും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതെ, ഇപ്പോൾ ഈ കൺസംഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ് വരുമാനം ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അപ്പോൾ അത് ഇന്ത്യ ഒട്ടുക്കെ ഉള്ള സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ ആ ഒരു പ്രവാസി പണത്തിൻ്റെ വർധനവോ അല്ലെങ്കിൽ പ്രവാസി പണം കൊണ്ടുണ്ടാകുന്ന കൺസംഷൻ്റെ ഒരു ഗുണമോ ലഭിക്കുന്നു. പക്ഷേ അതിനകത്തുള്ളൊരു വേറൊരു ചോദ്യം, നമുക്ക് സംസ്ഥാനങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാത്രം ഇവരുടെ ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം മാറുന്നു എന്നുള്ളതുകൂടിയാണ്. ഇന്ത്യ ഗവൺമെൻറ് ഒരു തരത്തിലും പ്രവാസി ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിൽ എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം പെൻഷനാണ്. ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതിനെ പറ്റി ഒട്ടും സസ്റ്റൈനബിളായിട്ടുള്ള സംവിധാനമല്ല, മോഡലുകളല്ല എന്നുള്ള ആക്ഷേപം വരുമ്പോഴും ഇന്ന് പല സംസ്ഥാനങ്ങളും, തമിഴ്നാട്, തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് പ്രവാസികൾക്കടക്കം പെൻഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ 3500 രൂപയോളം മിനിമം പെൻഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നിലവിലൊരു വെല്ലുവിളിയായിട്ട് തുടരുന്നുണ്ടോ? പെൻഷൻ സംവിധാനം ഒട്ടുകയും അല്ലെങ്കിൽ പ്രവാസികൾക്ക് കൊടുക്കുന്ന പെൻഷൻ സംവിധാനം എങ്ങനെയാണ് അതൊരു സസ്റ്റൈനബിൾ മോഡലാവുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ പറ്റുന്നത്? ഈ സാമ്പത്തിക വികസനത്തെക്കുറിച്ചുള്ള ഏത് പഠനം നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത് വിദേശ നാണയം സമ്പാദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഫോറിൻ പർച്ചേസിങ് പവർ വേണം. നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഡോളർ ഉണ്ടെങ്കിൽ, പൗണ്ട് സ്റ്റെർലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യയോ എന്തും വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തുടക്കം മുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കൺസ്ട്രെയിൻറ്റ് വളരെ വലുതായിരുന്നു. വിദേശ നാണയം ഇല്ലാത്തത് നമ്മുടെ വികസനത്തെ വലിയ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഒരു അളവ് വരെ പരിഹരിക്കുന്നത് യഥാർത്ഥം നമ്മുടെ കയറ്റുമതിയേക്കാളും കൂടുതൽ നമ്മുടെ ഈ പ്രവാസി പണമാണ്. ഇന്ത്യയെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ
ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രവാസി പണമാണ്. ഒരു ദണ്ണവും കോസ്റ്റും ഇല്ലാതെ കിട്ടുന്ന പ്രവാസി പണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവാസി പണം നേടുന്നവരെ സംരക്ഷിക്കുക, അവർക്ക് പെൻഷൻ നൽകുക, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു ദേശീയ ലെവലിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെയോ അതുമല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെയോ ആ നിലയിൽ ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കണം എന്നുള്ളതിന് എല്ലാവരും എഗ്രി ചെയ്യുമ്പോൾ തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ അങ്ങനൊരു അഭിപ്രായ ഐക്യം ദേശീയ ലെവലിലൊക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രവാസികൾക്ക് കഴിഞ്ഞിട്ടില്ല, കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ മറ്റ് പ്രവാസികളെ അയക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ രാജ്യത്തിന് മുഴുവൻ നേട്ടമുണ്ടാക്കുന്ന വിദേശ നാണയം സമ്പാദിക്കുന്നവരെ അവർക്ക് അവരുടെ വാർദ്ധക്യത്തിലൊക്കെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പ്രവാസം കൊണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചുമലിലാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ വെൽഫെയർ ബോർഡിൻ്റെ കാര്യത്തിലും ആ പ്രശ്നമുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൽ നിന്ന് പൈസ നീക്കിവെച്ചും വലിയ രീതിയിൽ സബ്സിഡൈസ് ചെയ്തുമാണ് ഇപ്പോൾ നമ്മുടെ ഈ വെൽഫെയർ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ബാധ്യത കൂടിയാണ് ആ വെൽഫെയർ ഫണ്ട് കൂടുതൽ പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റാനുകൂല്യങ്ങളും മെച്ചപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളത്. അതിന് പല വഴികളുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ബജറ്റിൻ്റെ അലോക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് അവരോട് ഒരു മിനിമം നീതിയും മര്യാദയും കാട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ബജറ്റ് അലോക്കേഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്, അക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രവാസികളുടെ സംഘടനകൾക്കും അതിനുവേണ്ടി പ്രവാസികളുടെ സംഘടന പോലും യഥാർത്ഥത്തിൽ ആ തരത്തിൽ ഇതിനെ ഒരു ഞങ്ങളുടെ അവകാശമാണെന്ന് കണ്ട് ചലഞ്ച് ചെയ്തുകൊണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പയിനൊന്നും സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈ വിദേശ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട എംപ്ലോയേഴ്സ് അതല്ലെങ്കിൽ ഇവിടുന്ന് ഇവരെ റിക്രൂട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കമ്പനികൾ, ഇവർക്കൊക്കെ പ്രവാസികളോടൊരു ഉത്തരവാദിത്തമുണ്ട്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കുണ്ട്. അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ആ ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും അത്തരം സ്ഥാപനങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോലും തയ്യാറായേക്കാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്കീം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അതിനെ ഫണ്ട് ചെയ്യാൻ തയ്യാറാവും. നിസ്സാരമായിട്ടുള്ള തുക അതിന് ആവശ്യമുള്ളൂ. അതുപോലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം ILOയിലും മറ്റു പല വേദികളിലും ഈ രാജ്യങ്ങൾ അവർ നീതി പ്രവാസികളോട് മൈഗ്രൻ്റ് വർക്കേഴ്സിനോട് ചെയ്യുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ പലതും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ, ഒരു സ്കീം തയ്യാറാക്കി മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ തയ്യാറാക്കുന്ന സ്കീമുകൾക്ക് ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ വിദേശ രാജ്യങ്ങളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഫോറിൻ എംപ്ലോയേഴ്സിനെ സമീപിക്കുന്നതിന് ഉള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സാവകാശം അത് കേരള ഗവൺമെൻറ്റിനെ അനുവദിച്ചില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇടനിലയിൽ നിന്ന് ആ പണം ലഭ്യമാക്കിയാൽ മതി. അതെങ്കിലും ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് പോകുന്ന പ്രവാസികളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് മൊബിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ പ്രവാസികളുടെ വെൽഫെയർ ഫണ്ടിന് ആവശ്യമായ പണം യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സിനിമാ പ്രവർത്തകരൊക്കെ അവിടെ പോയിട്ട് പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിൽ ഒരു 5-6 പ്രവാസികൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോക കേരള സഭയുടെയൊക്കെ നേതൃത്വത്തിൽ ചെയ്യാൻ ഉള്ളൊരു പ്രത്യേക അനുവാദം കിട്ടിയാൽ ഇതിനേക്കാൾ എത്രയോ നല്ല നിലയിൽ ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് വെൽഫെയർ ബോർഡിന് നിൽക്കാൻ വേണ്ടി കഴിയും. അതും നല്ല ഉച്ചത്തിൽ ചോദിക്കാനുള്ള ഐക്യം പ്രവാസികൾക്കിടയിൽ കേരളീയർക്കിടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ സാമൂഹ്യ സുരക്ഷ പ്രവാസികളുടെ ഇടയിൽ ഒരു വലിയ വിഷയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ സാറ് പറഞ്ഞതുപോലെ ഇപ്പം എല്ലാം വലിയ താൽക്കാലിക കുടിയേറ്റ കരാറുകളാണ്. 6 മാസം, 1 വർഷം, 2 വർഷം ഒക്കെ 2 വർഷമാണ് പരമാവധി. അത് കഴിഞ്ഞ് തിരികെ എത്തേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ അത്തരം രാജ്യങ്ങളിൽ പലപ്പോഴും സാമൂഹ്യ സുരക്ഷ 5 വർഷമൊക്കെ ആയ പ്രവാസികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലൊരു ദേശീയ തലത്തിലുള്ള ഇടപെടൽ അത്യാവശ്യമാണ്. സംസ്ഥാന തലങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇടപെടൽ അത്യാവശ്യമാണെന്ന് തോന്നുന്നു.
ഇതിൽ പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു വികസിത രാജ്യത്തിനും അവരുടെ ഈ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ വെച്ചുകൊണ്ട് മൈഗ്രൻസിനെ ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ലോക സമൂഹത്തിന് തന്നെ മൈഗ്രൻസിന് ആവശ്യമാണ്, മൈഗ്രേഷൻ ആവശ്യമാണ്. അതല്ലെങ്കിൽ വ്യാവസായിക ഉൽപ്പാദനവും അവരുടെ കെയർ എക്കണോമിയും ഒക്കെ തകർന്നു പോകും. അത്രമാത്രം ഡിപ്പെൻഡൻസ് അവർക്ക് മൈഗ്രൻ്റ് പോപ്പുലേഷൻ്റെ മുകളിലുണ്ട്. കൃഷിയും വ്യവസായവും കെയർ എക്കണോമിയും എല്ലാം മൈഗ്രൻ്റ് വർക്കേഴ്സിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്രമാത്രം മൈഗ്രൻ്റ് വർക്കേഴ്സിനെ ആവശ്യമാണെങ്കിലും ഈ വികസിത രാജ്യങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ആണ് ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്നുള്ള നിലയിൽ പെരുമാറാനുള്ള അവസരം നൽകുന്നത് നമ്മൾ തന്നെയാണ്. കാരണം പ്രവാസികൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതിന്, പ്രവാസികളെ അയക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാക്കുന്നതിന് കഴിയുന്നില്ല. ഇപ്പോൾ ഓയിലിൻ്റെ വില വർദ്ധിപ്പിക്കണമെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങൾ ഒരുമിച്ച് വരണം. അതുപോലെ തന്നെ മനുഷ്യാധ്വാനത്തെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇത് വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള ബോധം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും ഉണ്ടാവണം, പാകിസ്ഥാനുണ്ടാവണം. പക്ഷേ അതിന് പകരം നമ്മൾ നിരന്തരം സഹോദര പോരിലാണ്, പരസ്പരം എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള മത്സരത്തിലാണ് ഈ തൊഴിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തൊഴിലാളികൾ അസംഘടിതരാണ്. അവർക്ക് അവിടെ പോയി സംഘടിക്കാനുള്ള അനുവാദമില്ല. ഇവരെ സംഘടിപ്പിക്കുക, ഇവരുടെ ശബ്ദം ഒരുമിച്ച് കേൾക്കണമെങ്കിൽ ഇവരെ അയക്കുന്ന രാജ്യങ്ങൾ തീരുമാനിക്കണം. ഒരു പരിധിയിൽ താഴെ വേതനത്തിന് ആരെയും ഞങ്ങൾ അയക്കില്ല എന്നുള്ളൊരു തീരുമാനം ഈ രാജ്യങ്ങൾക്ക് എടുക്കാം. പക്ഷേ പ്രവാസികളുടെ അധികാരം, അവകാശം, അവരുടെ ക്ഷേമം എന്നുള്ളതിന് ഒരു പരിഗണനയും കൊടുക്കാത്ത ഭരണാധികാരികൾ അതിന് തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസെങ്കിലും നടത്തിക്കൂടെ? ഈ നമ്മൾ ഒരുമിച്ച് നിൽക്കും, എന്നിട്ട് ഒരു മിനിമത്തിൽ താഴെ കൂലി അല്ലെങ്കിൽ മറ്റ് വെൽഫെയർ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ആരും തൊഴിലാളികളെ അയക്കില്ല, നിങ്ങൾക്ക് മൈഗ്രൻസിനെ വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ അയക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അത്ര എംപ്ലോയേഴ്സിനെ 10 എംപ്ലോയേഴ്സിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ ഈ പ്രവാസികളെ അയക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഐക്യത്തിന് കഴിയുന്നില്ലല്ലോ. ഇതൊക്കെ ഈ പൊളിറ്റിക്സിൻ്റെ പരിമിതിയാണ്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ പരിമിതിയാണ്. പൊളിറ്റിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. ഇന്നത്തേതുപോലെ മൂലധനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഐക്യമുണ്ടാക്കിക്കൊണ്ട് ഒരുമിച്ച് നീങ്ങുമ്പോൾ മൈഗ്രൻസിൻ്റെ, തൊഴിലാളികളുടെ ഒക്കെ അവകാശങ്ങൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എക്രോസ് ബോർഡേഴ്സ് ആൾക്കാർക്ക് ഐക്യമുണ്ടാവണം. അതിനുവേണ്ടി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മുൻകൈ എടുക്കണം. പരസ്പരം കലഹിക്കുന്നതിൽ മാത്രം ഐക്യം എന്നുള്ള നില മാറ്റി പ്രവാസികളിൽ നിന്നുള്ള പണം വാങ്ങി നമ്മുടെ കാര്യങ്ങൾ നോക്കുക എന്നതിനപ്പുറം പ്രവാസികളുടെ ബാർഗെയിനിങ് പവറിനെ, വിലപേശൽ ശേഷിയെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന്, അതിനെ അഗ്രിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവശ്യമാണ്. അതാണ് നമുക്കിപ്പോൾ ഇല്ലാത്തത്. അതെ, ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഈ കൊളംബോ പ്രോസസ്സ് എന്നൊക്കെയുള്ള ഈ റീജിയണൽ പ്രോസസ്സുകൾ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പ്രവർത്തനം ഇപ്പോൾ ഏകദേശം അവസാനിച്ച മട്ടാണ്. നമുക്ക് കേരളത്തിലേക്ക് വരാൻ തോന്നുന്നു തിരിച്ച്. അപ്പോൾ കേരളത്തിൽ ഇപ്പം ഈ തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസമാണ് വലിയൊരു വിഷയം. അപ്പം നമ്മൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും സേവന മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പ്രവാസികൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നോർക്കയ്ക്കാണെങ്കിലും സംസ്ഥാന സർക്കാരിനാണെങ്കിലും അതിന് പുനരധിവാസത്തിൽ ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ പുനരധിവാസം എങ്ങനെയാണ് ഭാവിയിൽ ഇവരുടെ സാമ്പത്തിക പുനരധിവാസം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം? അതിനുള്ള സാറിൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അതിനെപ്പറ്റി പല പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും അതുപോലെ തന്നെ നോക്കറ വകുപ്പുമായിട്ടുള്ള പല ചർച്ചകളിലും അതുപോലെ തന്നെ ഈ രംഗത്തുള്ള വിദഗ്ധന്മാരുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇത് ഈ വിദേശത്ത് പോയി തിരിച്ചു വരുന്ന പ്രവാസികളെ പുനരധിവസിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നോർക്കയ്ക്കോ ഏതെങ്കിലും ഒരു വകുപ്പിനോ മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് കേരള സമൂഹം പൊതുവിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവിൽ ഏറ്റെടുക്കുക എന്ന് പറയുമ്പം അതൊരു ബാധ്യതയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം പ്രവാസികൾ തിരിച്ചു വന്ന പ്രവാസികൾക്ക് കേരള സമ്പദ്ഘടനയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ നാടിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയും. കൃഷിയിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും അത്രയേറെ എക്സ്പീരിയൻസ് നാട്ടിൽ കൊണ്ടുവരുന്നവരാണ് തന്നെയാണ് പ്രവാസികൾ. അപ്പോൾ അത് ഒരു ബാധ്യതയല്ല പ്രവാസികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് എല്ലാ പഞ്ചായത്തുകളും എല്ലാ നഗരസഭകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന്
ചെയ്യാവുന്നൊരു കാര്യമാണ്. വേറൊന്നും വേണ്ട, ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. ചെറുപ്പക്കാർക്കും പല ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭകൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം സ്കീമുകൾക്കൊക്കെ അർഹത ഈ തിരിച്ചു വരുന്ന പ്രവാസികൾക്കുണ്ട്. അതിലൊക്കെ ആകാൻ വേണ്ടി പലതരത്തിലുള്ള സഹായത്തിന് അവർക്ക് അർഹതയുണ്ട്. പക്ഷേ അവർക്ക് തിരിച്ചു വരുന്നവർക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നം, അവർക്ക് ഇവിടെ വന്ന് ഇത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്കീമുകളെക്കുറിച്ച് അറിയാനോ അതിൻ്റെ ആനുകൂല്യങ്ങളെ കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പാലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ സർക്കാർ വകുപ്പുകളെല്ലാം തന്നെ, അതുപോലെ തന്നെ എല്ലാ പ്രാദേശിക ഗവൺമെൻറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും സർവകലാശാല അടക്കമുള്ള സ്ഥാപനങ്ങളും തയ്യാറാവുക. അതിന് വേണ്ട ഒരു ഓർഗനൈസേഷൻ സപ്പോർട്ട് ഈ നോർക്ക വകുപ്പ്, അതല്ലെങ്കിൽ ഈ പ്രവാസി മിഷൻ പോലെയുള്ള ഐഡിയാസ് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആ ഒരു കോർഡിനേറ്റിംഗ് റോള് പ്രവാസി മിഷന് ചെയ്യാൻ കഴിയും. പ്രവാസികളുടെ സംഘടനകൾ വിദേശത്തും അകത്തുമുള്ളവരുണ്ട്. ആ സംഘടനകൾക്ക് കൂടി ഇതിനകത്തൊരു വലിയ റോള് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വന്ന പ്രവാസികളെ സംഘടിപ്പിക്കാം. അതുപോലെ തിരിച്ചു വരാനിരിക്കുന്നവരുടെ പ്ലാനുണ്ടല്ലോ, അവർ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം എല്ലാ രംഗങ്ങളിലും ഇവിടെ പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് കഴിയും എന്നുള്ള രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ്. പ്രവാസി മിഷൻ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ പലപ്പോഴും പക്ഷേ ചർച്ച ചെയ്യുന്നത് ഒരു സംരംഭകത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമാണ്. പക്ഷേ ഒരുപാട് സ്കില്ലുള്ള, ഒരുപാട് വർഷം വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രവാസികൾ തിരികെ എത്തുന്നുണ്ട്. നമ്മളുടെ ലേബർ മാർക്കറ്റോ സംവിധാനങ്ങളോ ഒന്നും അവരുടെ സേവനങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല, അവർക്ക് ആവശ്യമായ തൊഴിൽ നൽകുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മിഷൻ മോഡൽ പ്രവർത്തിക്കുമ്പോൾ അത്തരം നൈപുണ്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് നമ്മുടെ നോളജ് ഇക്കോണമി മിഷൻ്റെയൊക്കെ സാഹചര്യത്തിലൂടെ നമുക്ക് സാറിന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ഈ പ്രവാസി മിഷനിൽ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഈ കാര്യത്തിനാണ്. അതായത് തൊഴിൽ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വേജിന് പോയി വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യാനും ഒക്കെ കഴിയും. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ പോലും പല കാര്യങ്ങളും അങ്ങനെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് ആളുകളെ കിട്ടാത്ത, അങ്ങനെയുള്ള ടീമുകളെ കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള നൈപുണികളുള്ള സ്കില്ലുള്ള വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവരെ എൻഗേജ് ചെയ്യുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. അതിപ്പോൾ ആശുപത്രികളിലാണെങ്കിലും മറ്റ് ഒരുപാട് സർവീസ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ബാങ്കുകൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. അവരെ എത്തിക്കുക, അവരെയും ഈ പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയീസിനെയും ഈ തിരിച്ചു വന്ന പ്രവാസികളായിട്ടുള്ള പ്രൊഫഷണൽസ്, വർക്കേഴ്സ്, സ്കില്ലുള്ളവരെ അങ്ങനെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സാധ്യതയുള്ളത്. പലപ്പോഴും പക്ഷേ ഈ എൻ്റർപ്രണർഷിപ്പിൻ്റെ രീതിയിലാണ് പലപ്പോഴും കാണുക. എൻ്റർപ്രണർഷിപ്പ് യഥാർത്ഥത്തിൽ അത് നമുക്കിങ്ങനെ ഒരു സർക്കാർ പരിപാടിയിലൂടെ കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതിന് ആ തരത്തിലുള്ള സ്കില്ലും ടേസ്റ്റും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരാണ് ആ നിലയ്ക്ക് മുമ്പോട്ട് വരിക. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം, ഇപ്പം വായ്പയാണെങ്കിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടൊക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി കഴിയുക. അതിന് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളെ മറികടന്ന് ആ രംഗത്ത് പലതരത്തിലുള്ള എക്സ്പെർട്ടൈസ് ഇപ്പോൾ കേരളത്തിലുണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനാണെങ്കിലും അതുപോലെ തന്നെ IT വകുപ്പ്, വ്യവസായ വകുപ്പൊക്കെ ആ തരത്തിൽ പ്രവാസികളെ സഹായിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ ഈ എൻ്റർപ്രണീഴ്സായിട്ട് വരുന്നവരെ സഹായിക്കാൻ പാകത്തിലുള്ള കഴിവ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിപ്പോൾ നേടിയിട്ടുണ്ട്. കാരണം ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട പരിഗണനയായിട്ട് കാണണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്കിൽ ടെസ്റ്റിംഗ്, അതായത് റീസ്കില്ലിംഗ്, അതുപോലെ സ്കിൽ സർട്ടിഫിക്കേഷനും ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പലരും സർട്ടിഫിക്കറ്റൊന്നും ഇല്ലാതെ വർഷങ്ങളോളം വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. പലരും റീമൈഗ്രേഷന് താല്പര്യപ്പെടുന്നവരുമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ സ്കില്ലിംഗ് ഏജൻസീസും ഒക്കെ ഒന്ന് എക്യുപ്ഡ് ആവണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ
നമ്മുടെ അക്കാഡമിക് സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഈ റിയൽ ലൈഫ് ഇൻ്റർഫേസ് വളരെ കുറവാണ്. ആ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ കലാലയങ്ങളിലൊക്കെ പുതിയ സമീപനം വന്നതിൻ്റെ ഫലമായിട്ട് വളരെ വേഗത്തിൽ അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വിദേശത്തെ തൊഴിൽ കമ്പോളത്തിന് ചേർന്ന രീതിയിൽ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിനും അതുപോലെ തിരിച്ചു വന്നവരെ റീട്രെയിൻ ചെയ്യുന്നതിനും നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടത്താൻ കഴിയും. ആ രൂപത്തിലുള്ള ഒരു മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കി ആ രീതിയിൽ ആ സ്കില്ലുകൾ, അതായത് നമ്മുടെ സ്ഥാപനങ്ങളുടെ കഴിവുകളും ആ രീതിയിൽ ഷാർപ്പൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രവാസികളെ എങ്ങനെ ഈ ഒരു നോളജ് ഇക്കോണമി, ജ്ഞാനസമ്പദ് വ്യവസ്ഥ എന്നുള്ള ഒരു മിഷൻ മോഡിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അതിൻ്റെ അറിവുള്ളടക്കം, അതിൻ്റെ ഈ സ്കിൽ അല്ലെങ്കിൽ ടെക്നോളജി ഉള്ളടക്കം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ നമുക്ക് പിന്നോക്കം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ നമ്മുടെ പഴയ ജനറേഷൻ പോലും ആ തരത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. പക്ഷേ നമ്മുടെ പുതിയ ജനറേഷൻ അതിന് കേപ്പബിളാണ്, ആ ടേസ്റ്റ് ഉള്ളവരാണ്. അതിനുള്ള പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ നോളജ് എക്കണോമി എന്ന് പറയുമ്പം ലോകത്താകെ ഈ നോളജിൻ്റെ പ്രാധാന്യം, ടെക്നോളജിയുടെ പ്രാധാന്യം ദൈനംദിന ജീവിതത്തിൽ മാറുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹമാകെ ആ തരത്തിൽ മാറണം. പ്രവാസികളുടെ മേഖലയും തീർച്ചയായിട്ടും വ്യത്യസ്തമല്ല. പ്രവാസികളുടെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് അവർക്ക് കുറച്ചുകൂടെ വലിയ എക്സ്പോഷറുണ്ട്. അവരുടെ ഇടയിൽ പലതരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ അറിയാവുന്നവരുണ്ട്. അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക്, അതില്ലാത്തവർക്ക് ആ തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഹ്രസ്വ കോഴ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റെക്കഗ്നീഷനുള്ള സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ, അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. അതൊക്കെ ഈ പ്രവാസി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യമാണ്. അതെ, നമ്മളിപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണ് ലോക കേരള സഭയിലൂടെ പലപ്പോഴും നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉള്ളൊരു പ്രധാന പ്രശ്നം ഈ പുതുതലമുറ പ്രവാസികൾ ഉണ്ടാവില്ല. ഇപ്പം യങ്സ്റ്റേഴ്സായിട്ടുള്ള പ്രവാസികളെ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികളാവട്ടെ, അതുപോലെ നോർക്കയുടെ പദ്ധതികളാവട്ടെ, അതിൻ്റെ ഭാഗമാക്കാനായിട്ടുള്ളൊരു വെല്ലുവിളി, പലപ്പോഴും അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയായിട്ട് തുടരുന്നുണ്ട്. സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ പ്രവാസികളായിട്ടുള്ള മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഉള്ളവർ കേരളക്കാരെന്നുള്ള നിലയിൽ ഐക്യപ്പെടാനും ഒരുമിച്ച് കൂടാനുമുള്ള പ്രവണതയുള്ളവരാണ്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കേരളീയർക്കിടയിൽ ആ ടെൻഡൻസി ഉണ്ട്. പക്ഷേ അത് ആ ഇൻറ്റൻസിറ്റിയോട് കൂടി ഏറ്റവും പുതിയ ജനറേഷനിൽ ഉണ്ടാവണം എന്നില്ല. കാരണം കേരളവുമായിട്ടുള്ള ബന്ധം, കൾച്ചറൽ ലിങ്കൊക്കെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ ജനറേഷനിൽ ആ വ്യത്യാസം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന, അതിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് നർച്ചർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന കേരളീയ സമൂഹങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ അതിനെക്കൂടെ ഡീൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. നമ്മൾ ഭാഷ പഠിപ്പിക്കുന്നതിനാണെങ്കിലും നാടിനെ പരിചയപ്പെടുത്തുന്നതിനാണെങ്കിലും ഒക്കെ തന്നെ ഈ പുതിയ തലമുറയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നോർക്കയുടെയും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ പ്രോഗ്രാംസ്, നമ്മുടെ സർവകലാശാലകളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെ എല്ലാം പ്രോഗ്രാംസിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റം വേണം. പക്ഷേ നമ്മൾ കാണുന്നൊരു കാര്യം, വീണ്ടും ഒരു ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ കേരളത്തിനോടുള്ള ബന്ധം മുറിഞ്ഞു പോയവർ പോലും വേറൊരു ഘട്ടത്തിൽ അവർ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് കൂടുതൽ കൺസേൺ കാണിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ച് വരാറുണ്ട്. അപ്പോൾ അതൊരു പ്രോസസ്സാണ്, ഒരു സൈക്ലിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അതെ, ഇവരെ ക്ഷേമ പദ്ധതികളുടെ ഭാഗമാക്കുന്നതിനെക്കാട്ടിലുപരി നമുക്ക് എങ്ങനെ എൻഗേജ്മെൻറ്റ് മെച്ചപ്പെടുത്താമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അതിനായിട്ട്
ഇപ്പോൾ ലോ കേരള സഭ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അത് നമ്മൾ 2018 37 രാജ്യങ്ങളിൽ നിന്ന് 125 രാജ്യങ്ങളിലേക്ക് നമുക്ക് പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള വളരെ ശക്തമായ രീതിയിലുള്ള എൻഗേജ്മെൻറ്റ് നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു, അവരുടെ പല നിർദ്ദേശങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരം സംവിധാനമായി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഡയസ്പൊറ എൻഗേജ്മെൻറ്റിന് ഒരു ആഗോള മാതൃക എന്നുള്ള രീതിയിൽ സഭയെ എങ്ങനെ ഉയർത്താം എന്നുള്ളതിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം? ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷണമാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തെ പുനർനിർവചിക്കുക എന്നുള്ളതാണ്. കാരണം കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലൊക്കെ എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കുള്ളിലുള്ള ആൾക്കാരുടെ ഒരു സംസ്കാരവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഓടിയെത്തുക. പക്ഷേ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. കേരളം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് മാത്രമുള്ളൊരു സംഭവമല്ല. കേരളം എന്ന് പറയുന്നത് ലോകത്താകെ പടർന്ന് പന്തലിക്കുന്നൊരു വലിയ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ആ നിലയിൽ മനസ്സിലാക്കി കേരളത്തെ റീഇമാജിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ലോക കേരള സഭ. അങ്ങനൊരു സഭയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും വരുമ്പോൾ ലോകമെമ്പാടുമുള്ള കേരളീയരെ ഒരുമിച്ച് നിർത്താൻ അത് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ളവരുടെ ജീവിതത്തെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ സിനിമയെ, ഇവിടുത്തെ സാഹിത്യത്തെ ഒക്കെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കാൻ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുമുള്ള കേരളീയ സമൂഹങ്ങൾക്ക് കഴിയും. അതുപോലെ തിരിച്ചും. അപ്പോൾ ആ ബന്ധം നിലനിർത്തക്ക രീതിയിൽ ഒരു വലിയ കേരളത്തെ കാണാനുള്ള മനസ്സ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, സർവകലാശാലകൾക്ക്, സാംസ്കാരിക നായകർക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു വേദിയാണ്, പ്ലാറ്റ്ഫോമാണ് ലോക കേരള സഭ. ആ ലോക കേരള സഭയെ ലോകത്താകെയുള്ള കേരളീയർ നല്ല നിലയിൽ ആണ് അതിനോടുള്ള പ്രതീക്ഷ അവർക്കുള്ളത്. അപ്പോൾ അത് എത്രമാത്രം എൻഗേജ് ചെയ്യുന്നു, എത്രമാത്രം അതിൻ്റെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു, അത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ ലോകത്ത് നാനാഭാഗത്തുള്ള കേരളീയർക്കും അതുപോലെ തന്നെ കേരളത്തിനകത്തുള്ളവർക്കും കഴിയും. അതൊരു വലിയ ബലമാണ്. ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ലോകത്താകെ നമ്മുടെ സഹോദരങ്ങളുണ്ട്. ലണ്ടനിൽ പോയാലും, സ്കോട്ട്ലൻഡിൽ പോയി കഴിഞ്ഞാലും, റഷ്യയിൽ പോയി കഴിഞ്ഞാലും, ചൈനയിൽ പോയി കഴിഞ്ഞാലും അവിടെ കേരളീയരുണ്ടെന്നുള്ളതും അവരുമായിട്ട് നമുക്ക് സംവദിക്കാം, അവരെ ബന്ധപ്പെടാം തിരിച്ചും എന്നുള്ള ഒരു വലിയ ബലം നൽകുന്ന ഒരു കാര്യമാണത്. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ യാഥാർത്ഥ്യം അതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ ഒട്ടക്കുളത്തിലെ കേരളം എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടു പോവരുത് എന്നുള്ളതാണ് ഇത് നൽകുന്ന മെസ്സേജ്. അപ്പോൾ സഭയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് സാർ പറഞ്ഞത്. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമായി മാറണം. കാരണം സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇത് മറ്റ് സംസ്ഥാനങ്ങളോട് കത്തെഴുതിയിട്ടുണ്ട്. ലോ കേരള സഭ ഒരു അനുകരണീയമായ മാതൃകയാണ്, നിങ്ങളിത് പിന്തുടരണം. പക്ഷേ ഇതിനിപ്പോഴും നമ്മളൊരു സ്ട്രക്ചർ നിർവഹിച്ചിട്ടില്ല. ഇതിനൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് വെല്ലുവിളികളും വിമർശനങ്ങളും ഇപ്പോഴും നേരിടുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനമായി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് സാറിന് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിലുള്ള ഒരു ചലഞ്ചാണ്. കാരണം എല്ലാ സമൂഹങ്ങളും ഡീടെറിട്ടോറിയലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്തിനകത്ത് മാത്രമല്ല ഒരു സമൂഹം നിലനിൽക്കുക. അതിന് പുറത്തേക്ക് അത് പടർന്നു പോകുമ്പോൾ അത് ആ ഒരു വലിയ സമൂഹം എന്നുള്ള നിലയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ടെറിട്ടോറിയലായിട്ടുള്ള വിചാരത്തിനപ്പുറം ആയിട്ടുള്ളൊരു ഇമാജിനേഷൻ ഓരോ സമൂഹത്തെ പറ്റിയും വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രാൻസിനെ പോലെയുള്ള രാജ്യങ്ങൾ പുറത്തുള്ള അവരുടെ തന്നെ ഫ്രഞ്ച് പൗരന്മാർക്ക് ഫ്രഞ്ച് പാർലമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന രീതിയിൽ അവരുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതും അവരുടെ പാർലമെൻറ്റിൽ ആ തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ പ്രവാസികൾക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം, സ്ഥിരമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ലാർജർ ഇന്ത്യൻ ഡയസ്പൊറയെ നമുക്ക് ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. ആ തരത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിലും പ്രാതിനിധ്യം വരേണ്ടതാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റൊക്കെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഭാവിയിൽ അത് ഉണ്ടാവും. കാരണം മൈഗ്രേഷൻ ഈ നിലയ്ക്ക് മുമ്പോട്ട് പോകുമ്പം തീർച്ചയായിട്ടും ഭാവിയിൽ അത് ഉണ്ടാവണം. പക്ഷേ ഇന്ന് അത് ഇല്ലാത്ത സമയത്ത്
അതിന് പകരം ഒരു റെപ്രസെൻറ്റേഷൻ്റെ സാധ്യത കേരളത്തിൻ്റെ ഭാവി സംബന്ധിച്ച്, കേരളത്തിൻ്റെ നയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ ലോകത്താകെയുള്ള കേരളീയരുടെ പ്രാതിനിധ്യം ഉണ്ടാവുക, റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ലോക കേരള സഭ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെ ഒരു സ്ഥിരം സംവിധാനമാക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും മിനിമം വേണ്ടത് കേരള നിയമസഭ ഒരു നിയമം, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പ്രൊവിഷൻസിനും നിരക്കുന്ന, ഒരു തരത്തിലും ഒരു പ്രൊവിഷനെയും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് വെറ്റ് ചെയ്ത് ഒരു നിയമം, ലോക കേരള സഭയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമം കേരള നിയമസഭ പാസ്സാക്കുക. ആ നിയമത്തിൽ ഇപ്പം തന്നെ ഏറെക്കുറെ അതിൻ്റെ വ്യവസ്ഥകളുണ്ട്. അതിനെ കുറച്ചുകൂടെ സ്വീകാര്യമായ രീതിയിൽ ലോകത്താകെയുള്ള പ്രവാസികൾക്ക് റെപ്രസെൻറ്റേഷൻ, ഇപ്പം നോമിനേഷൻ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഓരോ റീജിയനിലുള്ള പ്രവാസികളുടെ എണ്ണമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് റെപ്രസെൻറ്റേഷൻ വരത്തക്ക രീതിയിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതുപോലെ സഭയുടെ കണ്ടക്റ്റ് എങ്ങനെ വേണം എന്നുള്ളതിനൊക്കെ ഒരു നിർവചിച്ച് ഒരു 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 നിയമം കേരള നിയമസഭ പാസ്സാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം മാതൃകകൾ കൊണ്ടുവരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യൻ പാർലമെൻറ്റും ഒക്കെ, അതായത് ലോക ഭാരത സഭയെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ലോകത്ത് ഏറ്റവും വലിയ ഡയസ്പറയുള്ളൊരു സമൂഹമാണ് ഇന്ത്യ. ഇപ്പോൾ ചൈനക്കാരെ പോലെ ലോകത്തിൻ്റെ ഏത് കോണിലും ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്, കേരളീയരുണ്ടെന്ന് പറയുമ്പം ഇന്ത്യൻ ഡയസ്പറ എത്ര വലിയ സമ്പത്താണ്, എത്ര വിപുലമാണത്. അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ ലോക ഭാരത സഭ ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ പാർലമെൻറ്റ് റെപ്രസെൻറ്റേഷൻ വരണം. ആ തരത്തിലുള്ള ആലോചന തീർച്ചയായിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും വരണം, കേരളത്തിൻ്റെ അടിസ്ഥാനത്തിലും വരണം. യഥാർത്ഥത്തിൽ അതിന് പ്രവാസികൾക്ക് സമ്മതിദാനാവകാശം കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. പ്രവാസികൾക്ക് സമ്മതിദാനാവകാശം കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ പ്രവാസികളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം, പ്രവാസികളുടെ പ്രതിനിധികളുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ പ്രവാസി സമൂഹത്തെ ആ നിലയ്ക്ക് നമ്മുടെ പ്രോസസ്സുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്, ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, സർക്കാർ ഇടപെടലുകളുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇനി ഭാവിയിലേക്കുള്ള പ്രവാസം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. വളരെ വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥിര കുടിയേറ്റത്തിനുള്ള സാധ്യതകൾ കുറയുകയും അതുപോലെ തന്നെ താൽക്കാലിക കുടിയേറ്റം വർദ്ധിക്കുകയും, പക്ഷേ തീർച്ചയായും തൊഴിലവസരങ്ങളുണ്ടാവും. അത്തരമൊരു സാഹചര്യത്തിൽ കേരള സർക്കാരും കേരള സമൂഹവും എങ്ങനെ പ്രവാസത്തെ കാണണം, എങ്ങനെ പ്രവാസി ഭരണനിർവഹണം ചിട്ടപ്പെടുത്തണമെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അതായത് കേരളത്തിനകത്തും പുറത്തുമായിട്ടാണ് ഭാവിയിൽ മലയാളികൾ ജീവിക്കാൻ പോകുന്നത്, കേരളീയർ ജീവിക്കാൻ പോകുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിനകത്തു മാത്രമല്ല കേരളത്തിൻ്റെ ജീവിതം ഇനി നിൽക്കാൻ പോകുന്നത്. കുറച്ച് പേര് പോകുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ നല്ലൊരു ഭാഗം ആൾക്കാർ പുറത്തും അകത്തും പോകും. അവിടെയും പണിയെടുക്കും, ഇവിടെയും പണിക്കും, ഒരേ സമയത്ത് തന്നെ അവിടെയും ഇവിടെയും പണിയെടുക്കുന്ന സാഹചര്യമൊക്കെ ഭാവിയിൽ ഉണ്ടാവാം. കാരണം ആ തരത്തിലാണ് സാങ്കേതിക വിദ്യകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാറുന്ന തൊഴിൽ കമ്പോളം, മാറുന്ന സാർവദേശീയവൽക്കരിക്കപ്പെട്ട പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ എൻ്റർപ്രൈസസ്, ഇതെല്ലാം ഈ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ വളരെ വിശദമായിട്ടുള്ള പ്ലാനിങ് നടത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരുപാട് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകത്ത് ഏറ്റവും മോശപ്പെട്ട തൊഴിൽ, ഒരു തരത്തിലും പ്രവാസികളുടെ പൗരാവകാശമോ തൊഴിലവകാശമോ ഒന്നും അംഗീകരിക്കാത്ത സ്ഥലത്ത് കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ എത്തിപ്പെടുക, അത് ഒഴിവാക്കുക. പ്രവാസം വലിയൊരു സാധ്യതയാണ്, പക്ഷേ ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രവാസത്തെ ആസൂത്രണം ചെയ്യണം. അതല്ലാതെ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് പോയി ചെന്നുപെട്ട് അടിമകളായിട്ട് ജീവിക്കാൻ നമ്മുടെ പുതിയ തലമുറയെ എറിഞ്ഞു കൊടുക്കരുത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ എവിടെയെല്ലാമാണ് പ്രവാസികൾ പോയി കേരളീയർ ചെന്ന് പെട്ടുപോകുന്നത്. നമുക്ക് കുറേയൊക്കെ ലോകകമ്പോളത്തെ അവസ്ഥകളെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് വലിയ അപകടങ്ങളിൽ പെടുന്നില്ല. പക്ഷേ ഇപ്പോഴും വ്യാപകമായിട്ട് ഈ മലയാളികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണെങ്കിലും, റഷ്യയിൽ യുദ്ധത്തിന് പോലും ഈ ഏറ്റവും ഫ്രണ്ട് ലൈനിൽ പോയി നിൽക്കാനായിട്ട്
ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തു പോയ അനുഭവമുണ്ട്. ഇപ്പോൾ തായ്ലൻഡും ആ മേഖലയിലുള്ള ചില ചൂഷണത്തിൻ്റെ കഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആയുധ കള്ളക്കടത്ത് അതല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇവിടുന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള അവസ്ഥ അതൊഴിവാക്കണം. അതൊഴിവാക്കുക മാത്രമല്ല, ഈ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പോകാതിരിക്കുന്ന രീതിയിൽ, ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി പോകാതിരിക്കുന്ന രീതിയിൽ റെസ്ട്രെയിൻ്റ് ഉണ്ടാവുകയും പോവുകയാണെങ്കിൽ, പ്രവാസത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ നല്ല സാധ്യതകളും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ പോവുക. അതൊന്ന്. രണ്ട്, ഇവിടെ നമ്മുടെ സമ്പദ്ഘടന, നമ്മുടെ ഉൽപ്പാദനം, നമ്മുടെ നാട്ടിലെ വരുമാനം, അതിനെ ഫോക്കസ് ചെയ്ത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേ എന്ന് കണ്ടുകൊണ്ട് പ്രവാസത്തെ സമീപിക്കണം. പ്രവാസത്തിലുള്ളവർ തിരിച്ചു വന്നാലും പല ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കുന്ന രീതിയിൽ നമ്മുടെ കൃഷി, നമ്മുടെ വ്യവസായം, നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്, ഇവിടെയെല്ലാം ആ തരത്തിലുള്ള ഒരു പ്ലാനിങ്ങാണ് നമുക്ക്, ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതെ, അങ്ങനൊരു പോസിറ്റീവ് ഒരു നോട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പം പ്രവാസത്തിൻ്റെ ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു അവസ്ഥ, സ്റ്റേജ് മുതൽ അല്ലെങ്കിൽ തിരികെ എത്തുന്ന അവസ്ഥ വരെ തുടർച്ചയായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ സമൂഹത്തിന് സാധിക്കണം. എനിക്ക് തോന്നുന്നു ഭരണ സംവിധാനത്തിന് സാധിക്കുന്നിടത്താണ് ഒരു വിജയം ഉണ്ടാവാൻ തോന്നുന്നു. പൊളിറ്റിക്കൽ പാർട്ടീസും സമൂഹം മൊത്തത്തിൽ ഇതിനെ ഗൗരവത്തിലെടുത്ത് ഇതിനോട് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. കേരളം അതിൻ്റെ ഒരു അടുത്ത തലമുറയിലേക്ക് പ്രവാസി ഭരണനിർവഹണം ഒരു അപ്രോച്ച് മാറ്റേണ്ട സമയം കൂടിയായെന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും വളരെ വിശദമായി പ്രവാസിയെയും അതിൻ്റെ കേരള സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ പറ്റിയും വളരെ വിശദമായി സംസാരിച്ച ഡോക്ടർ കെ എൻ ഹൻലാലിന് നന്ദി. താങ്ക് യു.